കീം റാങ്കിൽ നിങ്ങൾ ഇത്തിരി താഴെയാണോ? ഒരുപക്ഷെ 25,000-നും താഴെയാണോ? അല്ലെങ്കിൽ 25,000-നും 50,000-നും ഇടയിലാണോ? ഒരുപാട് പേര് കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണിത്. കാരണം മികച്ച കോളേജ് കിട്ടുമെന്നുള്ള, മികച്ച കോളേജ് എന്നുള്ള ആദ്യത്തെ 25 കോളേജ് അല്ലെങ്കിൽ ആദ്യത്തെ 20 കോളേജ്, അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിലും അക്കാഡമിക്സിലും പ്ലേസ്മെൻറ്റിലൊക്കെ ചില റാങ്കിങ് സംവിധാനങ്ങൾ നമ്മൾ പൊതുവെ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഒരു പക്ഷേ 25,000-ൽ താഴെ റാങ്ക്, 25,000-നും 50,000-നും ഇടയിൽ റാങ്ക് വന്നാൽ പോലും 50,000-ലധികം സീറ്റുകൾ കേരളത്തിലുണ്ട്. 170ഓളം എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. 25,000-നും 50,000-നും ഇടയിൽ റാങ്കിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകൾ ഒരു പക്ഷേ തരക്കേടില്ലാത്തൊരു കോളേജിൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. പല കുട്ടികളും ഒരു ആവറേജ് കോളേജിൽ അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ തിരഞ്ഞെടുത്ത ബ്രാഞ്ചുകളിൽ ഔട്ട്സ്റ്റാൻഡിങ് കരിയറിലോട്ട് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തന്നെ അറിയാം, ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു പെൺകുട്ടി ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഒന്നിൽ ബ്രിട്ടനിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ പോകാൻ കഴിയും. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്ത് സാധാരണ പെട്ടെന്ന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും മെറിറ്റിൽ നല്ല റാങ്കിൽ വന്നാൽ പോലും ഒരാളുടെ ലിസ്റ്റിൽ അങ്ങനെ വരാത്ത ഒരു ബ്രാഞ്ചാണ്. അതെടുത്തിട്ട് ഓസ്ട്രേലിയയിലെ പെർത്തിലെ കർട്ടിൻ യൂണിവേഴ്സിറ്റിയിൽ മൈനിങ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഓസ്ട്രേലിയയിൽ തന്നെ 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ വാർഷിക ശമ്പളം വാങ്ങുന്ന മലയാളി വിദ്യാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പം ജോലിക്കാരായി. അതുപോലെ നമ്മൾ സാധാരണ ഈ അപൂർവമായിട്ടുള്ള ചില കോഴ്സുകളുണ്ട്. മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് സാധാരണ ഇത്തിരി താഴ്ന്ന റാങ്കിലാണെങ്കിൽ പോലും കിട്ടും. ഒരു കോളേജിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചില ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഫുഡ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ എങ്ങനെ എക്സൽ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, കുട്ടികളുണ്ട് ഇങ്ങനെയുള്ള പിന്നീട് ബ്രാഞ്ചസ് എടുത്തുകൊണ്ട്. അതുകൊണ്ട് ആവറേജ് കോളേജിൽ നിന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ സാധാരണ കോളേജിൽ പഠിച്ചിട്ട് വളരെ ഔട്ട്സ്റ്റാൻഡിങ് ജോബ് കിട്ടാൻ നമുക്ക് ഇച്ഛാശക്തിയും നിങ്ങൾ എക്സലൻസിയും മാത്രം മതി. ഒരു പക്ഷേ നിങ്ങൾ സബ്ജക്റ്റിൽ കോർ സബ്ജക്റ്റിലാണെങ്കിലും അതിൻ്റെ പെരിഫറൽ സബ്ജക്റ്റിലും നിങ്ങളെ ടെക്നിക്കൽ നോഹോ നിങ്ങളെ അതിലേക്ക് നയിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാശക്തി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്ക് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന നല്ല ചില വാർത്തകൾ വരും. അതിൽ ഒരു വാർത്ത, ഇക്വഡോർ എന്നുള്ളൊരു ചെറിയ രാജ്യം ഒരു വമ്പൻ രാജ്യമായ ജർമ്മനിയെ ഫുട്ബോളിൽ തോൽപ്പിച്ചതുപോലും ഇച്ഛാശക്തി കൊണ്ടും പേഴ്സിവറൻസ് കൊണ്ടുമാണ്. അതുപോലെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നുള്ള പറയുന്ന കോഴ്സുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് കരുതുന്നത്. ആദ്യ റാങ്കിൽ വരുന്നവരെല്ലാം തന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് റോബോട്ടിക്സ്, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നുള്ള സബ്ജക്ട്സിന് വൻ ഡിമാൻഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ജോബ് കിട്ടാൻ എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ സീറ്റിലൊക്കെ ആദ്യം തന്നെ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യം തന്നെ ചൂസ് ചെയ്യുന്നത് അവർ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചുകൾക്കാണ്. എന്തായാലും കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഞ്ചിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടിയില്ലെങ്കിലും 25,000-ൽ താഴെയുള്ള റാങ്കുകാർ കഴിഞ്ഞ വർഷത്തെ ഒന്ന് നോക്കാം നമുക്ക്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡേറ്റാ സയൻസ് ഒരുപാട് പേരുടെ ഇഷ്ടപ്പെട്ട ഒരു ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡേറ്റാ സയൻസ്. അതിൽ 47,549 ബിഷപ്പ് ജെറോം കോളേജ് കൊല്ലത്തെ സ്റ്റേറ്റ് മെറിറ്റിലാണ് അത് വരുന്നത്. റിസർവേഷൻ ആകുമ്പം ചിലപ്പോൾ അതിലും താഴെയുള്ള റാങ്കുകാർക്ക് ചിലപ്പോൾ കിട്ടും. ഓക്കെ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പയ്യന്നൂർ 48,569 വരെ കഴിഞ്ഞ വർഷം പോയി. അതുപോലെ ഹോളി ഗ്രേസ് തൃശ്ശൂറുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്, ഒരു തരക്കേടില്ലാത്തൊരു കോളേജാണ്. അവിടെ പോലും 64,891 വരെ ഈ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡേറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡേറ്റാ സയൻസിൽ അഡ്മിഷൻ കിട്ടിയെന്നുള്ളതാണ്. ഇനി കമ്പ്യൂട്ടർ സയൻസ് ജനറലുണ്ട്. സാധാരണ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ എടുത്തു കഴിഞ്ഞാൽ ഡാറ്റാ സയൻസിലോട്ടോ സൈബർ സെക്യൂരിറ്റിയിലോട്ടോ എത്തിക്കൽ ഹാക്കിങ്ങിലോട്ടോ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിലോട്ടൊക്കെ തന്നെ പോകാൻ കഴിയും. അതിൽ കഴിഞ്ഞ വർഷം ജോൺ കോക്സ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്തെ ഒരു കോളേജാണ്, 52,666 വരെ സ്റ്റേറ്റ് മെറിറ്റിൽ വന്നു. അതുപോലെ തന്നെ KMCT കോഴിക്കോടുള്ളൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്, 26,644 വരെ സ്റ്റേറ്റ് മെറിറ്റിൽ വന്നു.
അതുപോലെ തന്നെ മൗണ്ട് സിയോൺ കോളേജ് പത്തനംതിട്ട ജില്ലയിലാണ്, 61,054 വരെ അവിടെ വന്നു. രാജധാനി കോളേജ് ട്രിവാൻഡ്രത്ത്, അത് 33,012 സ്റ്റേറ്റ് മെറിറ്റ് വന്നു. ശ്രീവിദ്യ കോളേജ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള കോളേജാണ്, 41,927 വരെ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ കിട്ടിയെന്നുള്ളത്. അപ്പോൾ 40,000 റാങ്ക് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടണമെന്നില്ല, പക്ഷേ ഈ കോളേജ് ഒന്നും തന്നെ മോശമല്ല എന്നുള്ളതാണ്. ഇനി ആദ്യകാലത്ത് ഒരുപാട് കോളേജിൽ ഒരു 20 വർഷത്തിന് മുമ്പ് നമ്മുടെ കോളേജിൽ പല കോളേജിലും ഉണ്ടായിരുന്ന ഒരു ബ്രാഞ്ചുണ്ട് IT. പലതും നിർത്തിക്കളഞ്ഞു. പക്ഷേ അപ്പോഴും നിർത്താതെ ഗവൺമെൻറ് കോളേജ് ബട്ടൺ ഹില്ലിൽ, അതുപോലെ തന്നെ മറ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര, ഇവിടെ എല്ലാം IT ഉണ്ട്. പല കോളേജിലും IT ഉണ്ട്, വളരെ കുറച്ച് കോളേജിലേ ഉള്ളൂ. IT പോലും LBS കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് കാസർഗോഡ് 28,802 വരെ കഴിഞ്ഞ വർഷം റാങ്ക് വന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തലശ്ശേരി 29,612. യൂണിവേഴ്സിറ്റി കോളേജ് കാര്യവട്ടം, തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിലെ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ നേരിട്ടെടുക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്, 34,417 വരെ അവിടെ ഇൻഫർമേഷൻ ടെക്നോളജി വന്നു. ഉറപ്പായിട്ട് ജോലി കിട്ടും ഇതൊക്കെ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര, അവിടെ 42,073 ലാസ്റ്റ് റാങ്ക്. എല്ലാ സ്ഥലത്തും പറയുന്നില്ല, കാരണം ഇതൊരു മാതൃകയാണ്. കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കാണിക്കാനാണ്. ഇനി വേറൊരു ബ്രാഞ്ച് ഈ അടുത്ത കാലത്ത് വന്നു, കമ്പ്യൂട്ടർ സയൻസിൻ്റെ AI വിത്ത് ഡേറ്റാ സയൻസ്, AI വിത്ത് ഡേറ്റാ സയൻസ്. ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യാലിറ്റി ആണെങ്കിലും നിങ്ങൾ ജനറൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല 26,987. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി 29,638. യൂണിവേഴ്സിറ്റി കോളേജ് തൊടുപുഴ, MG യൂണിവേഴ്സിറ്റിയിലെ ഡയറക്റ്റായിട്ട് നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്, 38,149 റാങ്ക് വരെ AI ആൻഡ് ഡേറ്റാ സയൻസിൽ വന്നു. അപ്പം അവിടെയൊന്നും മോശമായ ഒരു കോളേജൊന്നും അല്ല ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇനി കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ബിസിനസ് സിസ്റ്റം, അങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, ബ്രോഷർ കാണുന്നവർക്കെല്ലാം അറിയാം. ഇടയ്ക്ക് തുടങ്ങിയതാണ്. തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫുൾ പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ ആ സ്വന്തം കഴിവുകൊണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓഫ് ക്യാമ്പസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ ശ്രമിച്ചുകൊണ്ട് കമ്പനിയിൽ നേരിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള പെരിഫറൽ കോഴ്സും കൂടെ നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്ര 55,919 വരെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റത്തിൽ ലാസ്റ്റ് റാങ്ക് വന്നു. ഇനി മറ്റൊരു ബ്രാഞ്ചുണ്ട്, CS ആൻഡ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റി എടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, നമ്മുടെ കേരളത്തിന് പുറത്ത് പോയി എടുക്കുന്നവരുണ്ട്. ഈ സൈബർ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടി പുറത്ത് പോയി എടുക്കുന്നവരുണ്ട്. ജോലി സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്, കാരണം പ്രൈവറ്റിലും അതുപോലെ തന്നെ പിന്നെ ജൂനിയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ തന്നെയും ഈ സൈബർ സെക്യൂരിറ്റിക്കാർ ആവശ്യമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൊടുപുഴ, നേരത്തെ പറഞ്ഞ MG യൂണിവേഴ്സിറ്റിയിലെ നേരിട്ട് നടത്തുന്ന കോളേജാണ്, 42,849 വരെ സ്റ്റേറ്റ് മെറിറ്റ് വന്ന്. പിന്നെ അതുപോലെ തന്നെ ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജ് 55,971 വരെ വന്ന്. ഇടുക്കിയിലെ അല്ലസർ കോളേജ് 63,956 വരെ, 63,000 കവിഞ്ഞുള്ള, അതിൽ താഴെ 60,000-ൽ താഴെയുള്ള കുട്ടികൾക്ക് പോലും CS ആൻഡ് സൈബർ സെക്യൂരിറ്റി കിട്ടും. നമ്മുടെ ഇന്നത്തെ കാലത്ത് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി, കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രിയൊക്കെ വൻ കുത്തകകളെ കയ്യിലാണ്. ഇവിടെ നല്ല ജോലി സാധ്യത ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചുണ്ട്. ഇടയ്ക്കൊന്ന് ഡിമ്മായെങ്കിലും പ്ലേസ്മെൻറ്റ് തന്നെ വളരെ നല്ല പെർഫോമൻസാണ് പ്ലേസ്മെൻറ്റിൽ ഈ ബ്രാഞ്ച് കാണിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്, എല്ലാവർക്കും അറിയാവുന്ന EC എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചാണ്. ഇതിൽ പോലും കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി കോളേജ് തൊടുപുഴ, നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജാണ്, 46,685 ലാസ്റ്റ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക്. മോഹൻദാസ് കോളേജ് ട്രിവാൻഡ്രം 47,855 വരെ പോയി. അപ്പോൾ അത് അത്രയും പിന്നെ ഈസി നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പോലും മിക്കവാറുള്ള കോളേജിലെല്ലാം തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റ് സ്കില്ല് കൂടി നിങ്ങൾ കരസ്ഥമാക്കിയാൽ നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലും നിങ്ങളുടെ HR സ്കില്ലും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ഉറപ്പായിട്ട്, മാത്രമല്ല റഡാർ ആൻഡ് നാവിഗേഷൻ പോലുള്ള സ്പെഷ്യാലിറ്റി കൂടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുണ്ട്. ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു കൈ നോക്കാം. അടുത്ത ബ്രാഞ്ച് EEE ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഒരുപാട് ഉപരിപഠന സാധ്യതകളുള്ള ഒരു ബ്രാഞ്ച് കൂടിയാണ്.
ഒരുപക്ഷെ ഉപരിപഠന സാധ്യതയ്ക്ക് നിങ്ങൾ എംടെക്കിനോ അല്ലെങ്കിൽ എംഎസ്സിനോ ഒക്കെ ഒന്ന് പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കരസ്ഥമാക്കാൻ കഴിയും. ഒരു ഗ്ലോബലി കരിയർ കരസ്ഥമാക്കാൻ കഴിയും. റിന്യൂവബിൾ എനർജി, അതുപോലെ തന്നെ ഡാറ്റാ സയൻസിൽ പോകാം, റോബോട്ടിക്സിൽ പോകാം, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിൽ പോകാം. അതിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂർ 33,998 വരെ സ്റ്റേറ്റ് മെരിറ്റ് വന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങൽ 43,080 വരെ വന്നു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്, കേപ്പിൻ്റെയാണ്, മുട്ടത്തറ കോളേജ്, അത് 42,771 വരെ വന്നു. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് കോളേജിൻ്റെ ലിസ്റ്റുണ്ട്. പക്ഷേ നമ്മൾ എല്ലാം പറയുന്നില്ല. നമുക്ക് 30,000 40,000 ഒക്കെ ആയാലും ട്രിപ്പിൾ ഇ കിട്ടും എന്ന് മാത്രമാണ് നിങ്ങളെ അറിയിച്ചത്. ഇനിയുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ താല്പര്യമുള്ള പെൺകുട്ടികൾ പോലും ഉള്ള ഒരു കാലത്താണ്. നിങ്ങൾ ഒട്ടുകൊണ്ടും പേടിക്കേണ്ട. ഏറ്റവും മികച്ച കോളേജിൻ്റെ ലിസ്റ്റിൽ ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിൽ പോലും 25,000-ൽ താഴെയായവർക്ക് പോലും നോക്കൂ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കരുനാഗപ്പള്ളി മോശമല്ലാത്തൊരു കോളേജാണ്. അവിടെ കഴിഞ്ഞ വർഷം 36,935 വരെ ലാസ്റ്റ് സ്റ്റേറ്റ് മെരിറ്റ് വന്നു. LBS കാസർഗോഡ് മികച്ചൊരു കോളേജാണ്, 35,276. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുന്നപ്ര 58,773. ഹോളി ഗ്രേസിൽ 64,000 വരെ റാങ്കിലുള്ളവർക്ക് പോലും ഈ മെക്കാനിക്കൽ കിട്ടി. തീർച്ചയായിട്ടും അതിനും സാധ്യതകൾ ഉള്ള ബ്രാഞ്ച് തന്നെയാണ്. അതുപോലെ തന്നെ റോബോട്ടിക്സ് ആൻഡ് ഡാറ്റാ സയൻസ്, വളരെ കുറച്ച് കോളേജിൽ റോബോട്ടിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് ഉള്ളു. കുട്ടികളുടെ വലിയൊരു സ്വപ്നമാണ് റോബോട്ടിക്സ് ആൻഡ് ഡാറ്റാ സയൻസ്. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഫീൽഡിൽ ജോലി കിട്ടും. കോളേജൊന്നും ഒരു മാറ്ററല്ല. IAS കോളേജ് ചിറ്റിലപ്പള്ളി, അവിടെ 44,137 റാങ്ക് വരെ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ, ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെ ജോലി കിട്ടും. ഒരു പക്ഷേ അത് എടുക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. മോഹൻദാസ് കോളേജിൽ തിരുവനന്തപുരം നെടുമങ്ങാടാണ് 42,888 വരെ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ വന്ന്. ശ്രീബുദ്ധ കോളേജ് കായംകുളത്തിനടുത്തുള്ള കോളേജാണ്, 38,979 വരെ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്ന്. താല്പര്യമുള്ളവർ മാത്രമേ ഈ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കയറി എടുക്കാവൂ. കാരണം അതിനൊക്കെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പോകണമെങ്കിൽ മിക്കവാറും തന്നെ ഇന്ത്യയിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പുറത്ത് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഈ BTech തന്നെ പഠിച്ചവർക്ക് MSന് പോകാം, MSCക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെയും കുറേ ഏരിയകളുണ്ട്. MTechൽ തന്നെ നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ ചെയ്യാം. ചില സ്ഥലത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ചെയ്യാം. ചില രാജ്യങ്ങൾക്ക് അങ്ങനെ 1 ഇയർ ഡിപ്ലോമ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ബാക്കും പ്ലേസ്മെൻറ്റും കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ പറഞ്ഞത് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ താല്പര്യമുണ്ടെങ്കിലും, ഏത് ബ്രാഞ്ചും താല്പര്യമുണ്ടെങ്കിലേ പഠിക്കാവൂ. ആൺകുട്ടികളും പെൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ, ജോബ് പൊട്ടൻഷ്യൽ നിങ്ങൾ നോക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് ആർജിക്കേണ്ട കഴിവുകളെല്ലാം തന്നെ ആർജിക്കാനുള്ള അവസരം ഇന്ന് പിന്നീട് നമുക്ക് ഇൻ്റർനെറ്റ് വഴി കിട്ടും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ധാരാളം കോഴ്സുകൾ ഇന്ന് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പിന് സൗകര്യമുണ്ട്. നിങ്ങൾ കുറച്ച് ഫ്ലെക്സിബിളായി മതി. ചിലപ്പോൾ വേറെ രാജ്യത്തായിരിക്കും നമ്മൾ ജോലി ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫാർമ കമ്പനികൾ പലതും ഇന്ത്യയിലും തന്നെയും പുറത്തുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ബയോടെക്നോളജി ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയർക്ക് ജോലി കിട്ടും. അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയുള്ളത് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇനി 25,000-ൽ താഴെ റാങ്കുകാരും ഒരുപക്ഷെ 10,000-ൽ താഴെ റാങ്കുകാരൊക്കെ ഒരുപക്ഷെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള, ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി, ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ കീമൊന്നും ഇല്ലെങ്കിൽ തന്നെ, റാങ്കിലുള്ളവർ ഇല്ലെങ്കിൽ തന്നെയും പലരും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി ഡീംഡ് യൂണിവേഴ്സിറ്റിയിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളെ CUET UG റിസൾട്ട് ഈ അടുത്ത കാലത്ത് വന്ന് CUETയിൽ പകുതിയോളം കോളേജുകൾ, പകുതിയോളം യൂണിവേഴ്സിറ്റികൾ, 120 യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. 17 യൂണിവേഴ്സിറ്റി അതിൽ ചേർന്നേക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി പോകണമെങ്കിലും നിങ്ങൾ ഒരു കാര്യം നോക്കണം. കേരളത്തിന് പുറത്താണെങ്കിൽ നിങ്ങളൊരു കാര്യം നോക്കണം. അതിൽ NAAC അക്രഡിറ്റേഷൻ A++ ഉണ്ടോ, A+ ഉണ്ടോ. ഇനി A ഉള്ള പോലും ചില കോളേജുകൾ മെച്ചമാണ്. നിങ്ങൾ ഫീസ് സ്ട്രക്ചറും അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അവിടുത്തെ മറ്റ് ഫെസിലിറ്റീസൊക്കെ നോക്കി ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയും. ഹാവ് എ വണ്ടർഫുൾ കരിയർ. താങ്ക് യു.